മാധ്യമരംഗത്തെ ഭാഷാപ്രയോഗങ്ങളിലെ തെറ്റുകൾ തിരുത്തി കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഗ്ലോബൽ മീഡിയ ഫെസ്റ്റിവലിലെ സെമിനാറിൽ വിവിധ മാധ്യമപ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. 3 ദിവസമായി കൊച്ചിയിൽ നടക്കുന്ന മീഡിയ ഫെസ്റ്റ് അവസാനിച്ചു. വിവിധ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഫോട്ടോ പ്രദർശനങ്ങളുടെ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. MS ശ്രീകല, സ്മിത സുരേഷ്, NP ചന്ദ്രശേഖരൻ തുടങ്ങിയ മാധ്യമപ്രവർത്തകരാണ് ഭാഷാപ്രയോഗത്തെ സംബന്ധിച്ച സെമിനാറിൽ പങ്കെടുത്തത്. മാധ്യമഭാഷയിലെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചും ഭാഷ സാധാരണ ജനങ്ങളോട് അടുത്തു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സെമിനാർ ചർച്ച ചെയ്തു. ജനങ്ങളുടെ ഭാഷ കുറെ കൂടി പ്രാദേശികമായി, കുറെ കൂടി മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന ഭാഷയെ എങ്ങനെ മാധ്യമങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാം എന്നൊരു പ്രക്രിയ നമ്മൾ അതിവേഗത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പം ഭാഷയ്ക്കൊപ്പം ഒരു ജനതയുടെ ജീവിതവും കൂടെ മാധ്യമങ്ങളിലേക്ക് തിരിച്ചു വരും. മുതിർന്ന മാധ്യമപ്രവർത്തക അമ്മു ജോസഫിനെ കുറിച്ച് കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സരസ്വതി നാഗരാജൻ തിരക്കഥ എഴുതിയ ഡോക്യുഫിക്ഷൻ ഷൈനി ബെഞ്ചമിനാണ് സംവിധാനം ചെയ്യുന്നത്. KV തോമസ്, കൊച്ചി മേയർ M അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെൻഡർ ഇൻ മീഡിയ എന്ന വിഷയത്തിൽ പുസ്തകമെഴുതിയ പ്രമുഖ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമാണ് അമ്മു ജോസഫ്. അതേസമയം ജനാധിപത്യവും മൗലിക അവകാശങ്ങളും നിരോധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടാവുന്നതാണ് രാജ്യത്തിന്റെ പാർലമെന്റ്. ആ പാർലമെന്റിനകത്ത് പ്രയോഗിക്കപ്പെടുന്ന വാക്കുകൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെട്ടൊരു കാലം. ഇന്ത്യൻ പാർലമെന്റിൽ നിരോധിക്കപ്പെട്ട വാക്കുകളുടെ പട്ടിക നമ്മുടെ മുമ്പിൽ പുറത്തിറങ്ങപ്പെടും വിധം പാർലമെന്റ് എന്ന ജനാധിപത്യത്തിന്റെ ആസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.